BJP പറഞ്ഞത് കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാണ് MLA ആയിരിക്കുന്നത്. അപ്പൊ MLA സ്ഥാനം കൂടെ രാജിവെക്കാൻ പറയണം. അവരുടെ വ്യാമോഹമാണ്. MLA സ്ഥാനം രാജിവെക്കേണ്ടത് അദ്ദേഹം തീരുമാനിക്കുന്ന അദ്ദേഹമാണ്. ആര്? ഞങ്ങൾ. പക്ഷെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു കാര്യം ആണ്. അപ്പൊ അതിന് തങ്ങളുടെ പ്രധാന പ്രശ്നം പാലക്കാട് ജനങ്ങളെ രാഹുലിനെ കണ്ടിട്ടാണോ കോൺഗ്രസിനെ കണ്ടിട്ടാണോ വോട്ട് ചെയ്ത്? കോൺഗ്രസിനെ കണ്ടിട്ടാണോ? UDF-നെ കണ്ടിട്ടാണോ? അപ്പൊ MLA സ്ഥാനം രാജിവെക്കാൻ പറയുന്ന UDF-ന് ധാർമ്മികതയില്ലേ? ഞാൻ പറഞ്ഞിട്ട് അത് അദ്ദേഹം ഉചിതമായി തീരുമാനിക്കട്ടെ. ഞങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങളെ സസ്പെൻഡ് ചെയ്തു, ഇപ്പോൾ ഡിസ്മിസ് ചെയ്തു. ഇനി എന്താ ചെയ്യുക ഒരു പാർട്ടി? നിങ്ങൾ ഇത് ഈ മാതൃക, നിങ്ങൾ ഈ ചോദ്യം അങ്ങോട്ടൊന്ന് ചോദിച്ചൂടെ? ഇതിനേക്കാളേറെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള മുകേഷിനെ തലയിലേറ്റ് നടക്കുന്ന LDF-ന് മുന്നിൽ അടുത്ത് ചോദിക്കാൻ നിങ്ങൾ ധൈര്യമില്ല. നിങ്ങൾ ഇവിടെ കുറച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് പരാതി മുമ്പ് ഉയർന്നിരുന്നു. നിങ്ങൾ പോലും പറഞ്ഞിട്ടില്ലോ. പോലുള്ള കോൺഗ്രസിന്റെ ആള് തന്നെയാണ് പറയുന്നത്. പരാതി കിട്ടിയതും അന്ന് തന്നെ നടപടി ചെയ്തു. അതല്ലേ അന്തസ് കാണിച്ചത്. അപ്പൊ സസ്പെൻഡ് ചെയ്തില്ലേ? ഇത്രത്തോളം മാതൃക കാണിച്ചിട്ടുള്ള പാർട്ടിയുടെ നടപടിയെ നിങ്ങൾ അംഗീകരിക്കാൻ വേണ്ടത്. നിങ്ങൾ തിരിച്ചല്ല പറയുന്നത്. അംഗീകാരം നൽകുന്നതിനോടൊപ്പം തന്നെ ചോദിക്കുന്നത് MLA സ്ഥാനം UDF-ന്റെ പാനലിലാണ് ജയിച്ചത്. ഇപ്പോഴല്ലേ അദ്ദേഹം സസ്പെൻഡ് ചെയ്തു അല്ലേ? ഇനി അദ്ദേഹം ആലോചിച്ച് തീരുമാനിക്കും. ഒരു കാര്യം അല്ല, ഞങ്ങൾ പറയേണ്ടത് പറയും. ഒരു വരെ ഈ മാതൃക ഇന്ന് വരെ ചെയ്തത് നിങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ പറ മറ്റേ പാർട്ടികളോട്. നിങ്ങൾ അത് അംഗീകരിക്കല്ലേ വേണ്ടത്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തായാലോ സസ്പെൻഡ് ചെയ്തല്ലോ. ഇനി പാർട്ടിക്ക് അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടാൻ എത്ര തവണ അധികാരമുണ്ടെന്ന് എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല. കാരണം അദ്ദേഹം പുറത്തു പോയി, ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി. UDF MLA ആണ്. UDF MLA പുറത്താക്കില്ല. അദ്ദേഹം നമ്മുടെ ബ്ലോക്കിലില്ലല്ലോ, മാറ്റിയില്ലേ? പിന്നെ എങ്ങനെ അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റുമോ? പറ, ഏത് നിയമത്തെ പറ. പറ്റില്ല. അദ്ദേഹം ഡിസ്മിസ് ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ പേരിൽ പാർട്ടിക്ക് എത്രത്തോളം അധികാരമുണ്ടെന്ന് ഞാൻ ഭരണഘടനാപരം പഠിച്ചിട്ടില്ല. ഈ യുക്തിയാണ് എല്ലായിടത്തെങ്കിലും എന്ത് വിശ്വസിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്? എന്ത് പുറത്താക്കിയില്ല ഒരാളെ? ഉത്തരവാദിത്തം കഴിഞ്ഞില്ലേ? അത്ര കഴിഞ്ഞു. അതായത് പരിശോധിച്ച് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ഈ MLA സ്ഥാനത്തും രാജിവെപ്പിക്കും. അതല്ലേ തങ്കപ്പടം പറയുന്നത്? അങ്ങനെയല്ല. അത് ഇപ്പോൾ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സാവകാശം കൊടുത്തിട്ടുണ്ടല്ലോ. അത് ഉചിതമായി തീരുമാനം എടുക്കും, പഠിക്കണ്ട. പിന്നെ ഇത് നിങ്ങളുടെ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ടും ചോദിക്കും കേട്ടോ. അതുകൂടി കാണിക്കണം. ഇത് ഒന്നുകൂടി പറയണം. കോൺഗ്രസ് പാർട്ടിയുടെ നടപടിയെ നിങ്ങളെങ്കിലും ഇത്രത്തോളം ഇതുപോലെ മറ്റു പാർട്ടികളെ ഇത് അംഗീകരിക്കണം, അത് മാതൃക സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഷഹനാസ് ഉൾപ്പെടെ പറഞ്ഞത് ഷാഫി പറമ്പിലിനോട് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങൾ. എന്നിട്ടും ഷാഫി ഇവിടെ കൊണ്ടുവന്നപ്പോഴേ ഒരു തെറ്റായി പോയോ? ഒരു തെറ്റുമില്ല, അത് പാർട്ടി എടുത്ത്. ഷാഫി ഈ തങ്കപ്പെണ്ണ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം രാഹുൽ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് നേരത്തെ തന്നെ കൊടുത്തിരുന്നു. മുരളീധരനെ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടു. നിങ്ങളെല്ലാം നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ശരിക്കും രാഹുൽ വരരുത് എന്നുള്ള കാര്യം എല്ലാം ആവശ്യപ്പെട്ടിരുന്നത്? വേണ്ടാത്ത ചോദിക്കരുത് ദയവ് ചെയ്തിട്ട്. ഞാൻ രാവിലേക്ക് ഇതിന് മറുപടി പറയാനല്ലേ? ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാര്യം രാഹുൽ വരരുത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലേ നേരത്തെ തന്നെ? ആരും സ്ഥാനാർത്ഥിയല്ല, UDF സ്ഥാനാർത്ഥിയല്ല. രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിച്ചവരോട് ശരിക്കും നിങ്ങൾക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ട പാർട്ടി ഒരു വർഷം മുമ്പേ ജയിപ്പിച്ച പാലക്കാട്ടെ ജനങ്ങളെ ഇനി ആരെ കാണാൻ പോകും? ഏത് MLA കാണാൻ പോകും? അതൊക്കെ കാണാനല്ല നമുക്ക്. പാലക്കാട് അനാഥമായി ഒന്നും ആക്കില്ല. ശരി, ഓക്കെ.